ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് ഇപ്പോഴത്തെ ഒരു സമയത്ത്. അപ്പോൾ ആ സംഭവം അതിന് എനിക്ക് ഡിമേക്ക് വലിയ ഹെൽപ്ഫുൾ ആയിരുന്നു. ആ ബ്ലോക്ക് മാറി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഇപ്പോഴത്തെ സാധ്യതകളാണ് ഞാൻ ഇങ്ങോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ 2015 കോഴ്സ് കംപ്ലീറ്റ് ആയതാണ്, എഞ്ചിനീയറിംഗ് കോഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അന്ന് നമുക്ക് ഈ പറയുന്ന കണക്ക് ഈ റീലുകളും കാര്യങ്ങളൊക്കെ കാണും, പക്ഷെ നമ്മൾ ആ ട്രാക്കിൽ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ ഞാൻ എഴുതിയ ജോലികൾ പലതും എനിക്ക് കിട്ടിയില്ല. റെയിൽവേയുടേത്, PSCയുടേത്, അങ്ങനെ കുറെ ഉണ്ട്. അങ്ങനെ കിട്ടാതായപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഈ പഠിച്ചേക്കുന്ന കുറെ കണ്ടന്റും ഉണ്ട്, ജോലിയും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ നിൽക്കുകയാണ്. ഞാൻ പിന്നെ ജോലിക്കായിട്ട് എൻ്റെ ദുബായ് എക്സ്പീരിയൻസ് ആയിട്ട് സെയിൽസിലോട്ട് പോയി. സെയിൽസിൽ പോയപ്പോഴും എനിക്കൊരു കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡിജിറ്റൽ പ്രസന്റേഷൻ്റെ ആവശ്യമുണ്ട്. അതായത് ഒരു വണ്ടിയാണ് എനിക്ക് വിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് വണ്ടിയെ പറ്റി ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഇത്ര എയർ ബാഗ് ഉണ്ട്, ഇത്രയും ഗ്രൗണ്ട് ലെവൽ ഉണ്ട്, ഇതിന് ക്ലിയറൻസ് ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഇതൊരു വീഡിയോ ആയിട്ട് മേക്ക് ചെയ്ത് ഒരാളിലേക്ക് റീലായിട്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പോസിബിലിറ്റി കൂടുതലാണ്. ഇന്ന് ഇവിടെ ഈ നടക്കുന്ന ഇവന്റ് എത്ര നേരത്തെ വാലിഡിറ്റി ഉണ്ട്? ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ആൾക്കാർ കസേര മാറ്റിയിട്ടിട്ട് വീട്ടിൽ പോകും. ഇത് റെക്കോർഡിക്കലായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലൈഫ് ലോങ് ആയിട്ട് കിടക്കുന്ന സാധനമാണ്. ഇനി ഞാൻ ആലോചിക്കുന്ന ഓരോ മൊമെന്റുകളെ എനിക്ക് റെക്കോർഡിക്കലാക്കണം. അപ്പോഴാണ് ഇതിന് കിട്ടേണ്ട ബെനിഫിറ്റുകൾ, റെക്കഗ്നൈസേഷൻസ് വരുത്തുള്ളൂ. അപ്പൊ ആ സംഭവം അതിന് എനിക്ക് ഡിമേക്ക് വലിയ ഹെൽപ്ഫുൾ ആയിരുന്നു. ആ ബ്ലോക്ക് മാറി. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് ഇപ്പോഴത്തെ ഒരു സമയത്ത്. ഡിമേക്കിൽ നിന്നാണ് നമ്മൾ എഡിറ്റിംഗ് തുടങ്ങുന്നത്. ഇപ്പൊ അതേണൊക്കെ എന്റെ കുറെ കൺഫ്യൂഷൻ പാർട്ടെല്ലാം എനിക്ക് ക്ലിയർ ആയി. ഡിമേക്കിൽ വന്നതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഒരു വലിയ ബ്ലോക്ക് പോയിന്റിലാണ് ഡിമേക്കിൽ വരുന്നത്. അത് തുറന്നു കിട്ടിയത് ഡിമേക്കിൽ വന്നതിന് ശേഷമാണ്.